2026 മാർച്ച് 30 കറണ്ട് അഫയേഴ്സ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യുവജനങ്ങളിലെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പ്രചരണ പരിപാടി ഏതാണ്? എൻ്റെ വോട്ട് എൻ്റെ ശക്തി. എൻ്റെ വോട്ട് എൻ്റെ ശക്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പ്രചരണ പരിപാടി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി അംഗൻവാടികളിൽ പ്രഭാത ഭക്ഷണ പദ്ധതിയായ ടോളി മുത്ത ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? തെലങ്കാനയാണ് ടോളി മുത്ത എന്ന പദ്ധതി 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി അംഗൻവാടികളിൽ ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗണിതശാസ്ത്രത്തിലെ നോബൽ എന്നറിയപ്പെടുന്ന 2026 ആബേൽ സമ്മാനത്തിന് അർഹനായത് എന്താണ്? അർഹനായ വ്യക്തിയുടെ പേരെന്താണ്? ഗെർഡ് ഫാൾട്ടിങ്സ് ആണ് ഗണിതശാസ്ത്രത്തിലെ നോബൽ എന്നറിയപ്പെടുന്ന 2026 ആബേൽ സമ്മാനത്തിന് അർഹനായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വന്യജീവി മേൽപ്പാലം എവിടെയാണ്? രന്തംബൂർ നാഷണൽ പാർക്കാണ് ഏറ്റവും നീളം കൂടിയ വന്യജീവി മേൽപ്പാലം. എവിടെയാണ്? രന്തംബൂർ നാഷണൽ പാർക്കിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ വന്യജീവി മേൽപ്പാലം ഏത് എക്സ്പ്രസ് വേയുമായി ബന്ധപ്പെട്ടതാണ്? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുമായി ബന്ധപ്പെട്ടതാണ് ഈ വന്യജീവി മേൽപ്പാലം. ഇനി, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഏത് സംസ്ഥാനത്തിന്റെ പക്ഷിയാണ്? ഏത് സംസ്ഥാനത്തിന്റെയാണ്? രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ പക്ഷിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു ദശാബ്ദത്തിനിടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്ന ആ പക്ഷി ഉണ്ടല്ലോ, ആ കുഞ്ഞ് ജനിച്ചത് ഏതു സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണേ. ഒരു ദശാബ്ദത്തിന് ശേഷം അത് ജനിച്ചത് ഗുജറാത്തില്. എങ്കിൽ ഏത് സംസ്ഥാനത്തിലെ പക്ഷിയാണ്? രാജസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, കാശ്മീർ താഴ്വരയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? നമ്മൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ചതാണ് അല്ലെ? ഏത് ചുരം? സോജില പാസ്. കാശ്മീർ താഴ്വരയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരമാണ് സോജില ചുരം. അടുത്തത്, ഈ സോജില പാസ് സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിലെ പർവ്വതനിര ഏതാണ്? സസ്കർ പർവ്വതനിര. അപ്പോൾ സസ്കർ പർവ്വതനിരയിലാണ് സോജില പാസ് സ്ഥിതി ചെയ്യുന്നത്. സോജില പാസ് സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിലെ പർവ്വതനിര ഏതാണ്? സസ്കർ പർവ്വതനിര. ഇനി, ഇന്ത്യയിലെ അതിർത്തി റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും ചുമതലപ്പെടുത്തിയ ഏജൻസി ഏതാണ്? ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, BRO. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിലെ അതിർത്തി റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും ചുമതലപ്പെടുത്തിയ ഏജൻസി. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികൾക്ക് സമൂഹ മാധ്യമ നിയന്ത്രണം സംബന്ധിച്ച പാർലമെന്ററി സമിതി അധ്യക്ഷൻ നിഷികാന്ത് ദുബെ ആണ് കുട്ടികൾക്ക് സമൂഹ മാധ്യമ നിയന്ത്രണം, സമൂഹത്തിലൊക്കെ കുട്ടികൾക്ക് ഈ സമൂഹ മാധ്യമ നിയന്ത്രണമൊക്കെ കുട്ടികൾക്ക് ഏർപ്പെടുത്തിയ പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? നിഷികാന്ത് ദുബെ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സാറ്റലൈറ്റ് മോണിറ്ററിംഗിനായി ടെൻഡർ നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആസാമാണ് സാറ്റലൈറ്റ് മോണിറ്ററിംഗിനായി ടെൻഡർ നൽകുന്ന ആദ്യത്തെ സംസ്ഥാനം. ഇനി, നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട്? ഉത്തർപ്രദേശിലാണ് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. നമ്മൾ പഠിച്ചതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സോജില പാസ് സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിലെ പർവ്വതനിര ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും അത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി, കാശ്മീർ താഴ്വരയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചുരം ഏതാണ്? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. നന്ദി.